നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കെവിൻ ഡി ബ്രൂയിനെ ടു ഇന്റർ മയാമി, ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പല സുഹൃത്തുക്കളും കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മേജർ ബ്രേക്കിംഗ്: ഇന്റർ മയാമി ഹാവ് റിന്യൂഡ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ കെവിൻ ഡി ബ്രൂയിനെ ആൻഡ് ബെൽജിയൻ മിഡ്ഫീൽഡർ നൗ വ്യൂസ് എ മൂവ് ടു ദി MLS മോർ ഫേവറബിളി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്നുണ്ട്. മേജർ ബ്രേക്കിംഗ് ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്റർ മയാമി വാണ്ട്സ് ടു പെയർ ഹിം വിത്ത് ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, കാസമിറോ, റോഡ്രിഗോ ഡിബോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദി ടച്ച് ലൈനാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രധാനമായിട്ടും കൊടുത്ത് പ്രചരിപ്പിക്കുന്നത്. ആ സോഴ്സിൽ കുറേ ശരിയായ വാർത്തകളും അതുപോലെ തന്നെ തെറ്റായ വാർത്തകളും വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ ഇന്റർ മയാമിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തരുന്ന സോഴ്സുകളൊക്കെ വിശദമായിട്ട് പരതുകയുണ്ടായി. അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഡി ബ്രൂയിനെ ടോക്ക് ഈസ് ഫേക്ക്. ഈ പ്രചരിക്കുന്ന വാർത്ത ഫേക്കാണ്. അത്തരത്തിലുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. അത്തരം വാർത്തയിൽ വീഴേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അതിപ്പോൾ ഡി ബ്രൂയിനയുടെ ഈ കാര്യം മാത്രമല്ല, വേറൊരു വാർത്ത കൂടി മയാമിയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? കിൻഡേറോയെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്റർ മയാമി ശ്രമിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതും തെറ്റാണ്. ഇന്റർ മയാമി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ കിൻഡേറോ. ക്ലബ് സോഴ്സസ് കൺഫേം ദാറ്റ് ദി റൂമേഴ്സ് ലിങ്കിങ് ദി പ്ലെയർ ടു ദി ക്ലബ് ആർ ഫോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മൈക്കൽ കോഫ്മാൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സംശയം വേണ്ട, ആ വാർത്തയും തെറ്റാണ്. സോ രണ്ട് വിഷയങ്ങളാണ്. ഇന്റർ മയാമിക്ക് കിൻഡേറോയിൽ താല്പര്യമില്ല, അത്തരത്തിലുള്ള നീക്കം നടക്കുന്നില്ല. അതുപോലെ KDBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ടല്ലോ, അതും ഫേക്കാണ്. ഇനി പിന്നാലെ കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്നറിയില്ല. നിലവിൽ അത്തരമൊരു നീക്കം നടക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.